നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറുനാടിന്റെ എക്സിറ്റ് പോളിലേക്ക് സ്വാഗതം. ഏറെ ആകാംക്ഷയോടെയാണ് ആളുകൾ കാത്തിരിക്കുന്നറിയാം. നമ്മുടെ സർവേ ഏതാണ്ട് 81 സീറ്റാണ് നമ്മൾ യു ഡി എഫ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിൽ നമ്മൾ എന്തു പറയുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായും അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാം. ഇപ്പൊ നമ്മൾ എക്സിറ്റ് പോൾ ഇപ്പൊ മിക്കവരുടെയും വന്നു കഴിഞ്ഞു. എല്ലാവരും യു ഡി എഫിനാണ് അനുകൂലം. പക്ഷെ ചാണക്യം ഒന്ന് ഞെട്ടിച്ചെന്നു തോന്നുന്നു. അപ്പോഴും യു ഡി എഫിന് തന്നെയാണ് അതിന്റെ എഡ്ജ് ഉള്ളത്. പക്ഷെ ചാണക്യ കുറച്ച് പുറകോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവശേഷിക്കുന്ന ഏക എക്സിറ്റ് പോൾ ഞങ്ങളുടേതാണ്. മറുനാടൻ എക്സിറ്റ് പോള് മറ്റ് ചാനലുകളുടെ പോലെ തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാ പല ഏജൻസികളുടെ സഹായം തേടിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ എല്ലാ ശാസ്ത്രീയ പരിശോധനകൾക്കും ഒപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചു. ഓൺലൈനിൽ അത് ഞങ്ങൾ ആദ്യം ഒരു പ്രവചന മത്സരം നടത്തുന്നുണ്ട്. ഏതാണ്ട് 36ഓളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ അവസാന ദിവസം ഇന്നലെ കഴിഞ്ഞു. ആളുകളുടെ പ്രതികരണം അത് തെരഞ്ഞെടുപ്പിന് ശേഷമാകുമ്പോൾ കുറച്ചുകൂടി സത്യസന്ധമായി പ്രതികരിക്കുന്നു. കൂടാതെ മറ്റു കുറെ സീറ്റുകൾ നമ്മൾ ആളുകളോട് ചോദിച്ചിരുന്നു. എല്ലാം കൂടെ കൂടി അതും മറ്റ് ശാസ്ത്രീയ മാർഗങ്ങളും ഒക്കെ പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ എക്സിറ്റ് പോളിലേക്ക് വരുന്നത്. എക്സിറ്റ് പോളിന്റെ കണക്കിലേക്ക് വരുമ്പോൾ തീർച്ചയായും യു ഡി എഫിന് തന്നെയാണ് ഭരണമെന്ന് ആദ്യം തന്നെ പറയാം. അതിന്റെ അവസാനത്തെ കണക്കൊടുവിൽ പറയാം. എന്നാൽ യു ഡി എഫിന് മറ്റുള്ളവർ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് അല്ലെ രമേശ്? അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും കരുതുന്നത്? ഞാൻ അങ്ങനെയാണ്. കേരളത്തിൽ ഞാൻ കോഴിക്കോട് വരെ അല്ലെങ്കിൽ കാസർഗോഡ് വരെ ഞാൻ സഞ്ചരിച്ചിരുന്നു ഈ ദിവസങ്ങളിൽ. എല്ലായിടത്തും ഒരു ഭരണവിരുദ്ധത ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷെ പല സ്ഥലത്തും ഈ BJP ഫാക്ടറും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഭരണവിരുദ്ധത ചെറുതായിട്ട് ഭിന്നിച്ചു പോകുന്നുണ്ട്. ഈ നമ്മുടെ പാലയിലെ ഷോൺ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്, താമര ചിഹ്നത്തിൽ മത്സരിച്ച എല്ലാവർക്കും വോട്ട് കൂടും എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ ഷോൺ എന്നെ മിനിഞ്ഞാന്ന് വിളിച്ചു. ഷോൺ എന്നോട് പറഞ്ഞു ജയിക്കും. അത് വല്ലാത്തൊരു ആത്മവിശ്വാസമായിട്ട് തോന്നുന്നു ഷോണിന്റെ. അത് പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാം, ഷോണിന്റെ കഥ പറഞ്ഞപ്പോൾ ആലയിൽ കടുത്ത ത്രികോണ മത്സരമാണ്. ഷോൺ ജയിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ? അത്തരമൊരു സാഹചര്യം ഉണ്ട്, സംഭവിക്കാം. കാരണം അത്ര ത്രികോണ മത്സരമാണ് പാലായിൽ. നമുക്ക് കാസർഗോഡ് ജില്ലയിലും തുടങ്ങാം അല്ലേ? നമ്മൾ കാസർഗോഡ് ജില്ല 5 മണ്ഡലങ്ങളാണുള്ളത്. 5 മണ്ഡലങ്ങളാണുള്ളത്. നമ്മൾ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഈ 5 മണ്ഡലത്തിൽ നമ്മുടെ ഇതനുസരിച്ച് 2 മണ്ഡലം യു ഡി എഫിനും 1 മണ്ഡലം എൽ ഡി എഫിനും 2 മണ്ഡലത്തിൽ അത് അതിശക്തമായ മത്സരം. ഒന്ന് പറഞ്ഞത് എങ്ങനെ? മഞ്ചേശ്വരവും കാസർഗോഡും യു ഡി എഫിന് അനുകൂലമാണെന്നാണ് വിലയിരുത്തൽ. മഞ്ചേശ്വരവും കാസർഗോഡും യു ഡി എഫിന് അനുകൂലമാണ്. മഞ്ചേശ്വരത്ത് അതിശക്തമായ മത്സരം നടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ജാതി രാഷ്ട്രീയം ഇത്തവണ യു ഡി എഫിനെ വീണ്ടും തുണയ്ക്കുമെന്ന തരത്തിലേക്കാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ അവിടെ ടൈറ്റ് ആണ്. അല്ല അവിടെ യു ഡി എഫിന് നേരിയ മുൻതൂക്കമുണ്ട്. മഞ്ചേശ്വരത്ത് യു ഡി എഫിന് മുൻതൂക്കമുണ്ട്, കാസർഗോഡ് യു ഡി എഫിന് മുൻതൂക്കമുണ്ട്. ഉദുമയിലാണ് ഒരു അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം, ഉദുമയിലാണ്. പിന്നെ തൃക്കരിപ്പൂർ. ഉദുമയും തൃക്കരിപ്പൂരും എൽ ഡി എഫിനും യു ഡി എഫിനും കിട്ടാം, കാഞ്ഞങ്ങാട് എൽ ഡി എഫിനാണ്. അങ്ങനെ അതായത് കാസർഗോഡ് ജില്ലയില് 2 സീറ്റ് യു ഡി എഫിനും 1 സീറ്റ് എൽ ഡി എഫിനും 2 സീറ്റിൽ ആർക്കും കിട്ടാവുന്ന സാഹചര്യമാണ്. കണ്ണൂർ ജില്ലയിലേക്ക് പോയാൽ യു ഡി എഫിന് ഉറപ്പായിട്ടും കിട്ടുന്നത് ഞങ്ങളുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് 4 സീറ്റ്, എൽ ഡി എഫിന് 5 സീറ്റ്, 2 ടൈറ്റ്. അതായത് അവിടെ വിമതന്മാര് മത്സരിക്കുന്നത് CPM-നെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണം. ടൈറ്റ് ഏതൊക്കെയാന്ന് പറയൂ. ടൈറ്റ് തളിപ്പറമ്പിലും കൂത്തുപറമ്പിലുമാണ് വളരെ ശക്തമായ മത്സരം. CPM-ന്റെ കോട്ടയാണ് തളിപ്പറമ്പും കൂത്തുപറമ്പും. എന്നാൽ ഈ 2 യു ഡി എഫ് എൽ ഡി എഫ് ടി കെ ഗോവിന്ദനാണ് CPM-ൽ നിന്ന് വിട്ടുവന്ന അംഗമായ ടി കെ ഗോവിന്ദൻ അതിശക്തമായ മത്സരം അവിടെ 2 ടൈറ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും ജയിക്കാം. പിന്നെ കൂത്തുപറമ്പില് സോഷ്യലിസ്റ്റ് ജനത ശ്രേംസ് കുമാറിന്റെ പാർട്ടിയാണ്. അവിടെയും വളരെ ശക്തമായ മോഹനം മാറിയതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് മത്സരിക്കുന്നത്. അവിടെയും അതിശക്തമായ മത്സരം നടക്കുന്നു. 4 യു ഡി എഫ് ജയിക്കുമെന്നാണ്. ഇരിക്കൂറ്, അഴീക്കോട്, കണ്ണൂര്, പേരാവും. ഈ 4 കെ ശൈലജ തോക്കുമെന്നാണ് നമ്മുടെ കണ്ണൂരിലുള്ളത്. അതായത് ചുരുക്കി പറയാം, യു ഡി എഫിന് 4, എൽ ഡി എഫിന് 5, 2 എൽ ഡി എഫ് യു ഡി എഫ് മത്സരിക്കും. അത് എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ കല്യാശ്ശേരി, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ. അത് പ്രത്യേകിച്ച് പറയാതെ തന്നെ നമുക്കറിയാൻ തോന്നുന്നു. അതിശക്തമായ വയനാട് ജില്ലയിലേക്ക് പോകും രമേശ്. വയനാട് ജില്ലയിലെ 3 സീറ്റുകളും യു ഡി എഫ് ജയിക്കുന്നു. അവിടെ ടൈറ്റ് മത്സരമില്ല. വയനാട്, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, ഈ 3 ടൈറ്റ് മത്സരമല്ല. 3 യു ഡി എഫ് ആണ്. അവിടെ ഇടതുമുന്നണിയുടെ CPM-ന്റെ ഒരു മന്ത്രി മത്സരിക്കുന്ന സ്ഥലത്തും കേളു, മാനന്തവാടി, കേളുവും തോറ്റുപോകുമെന്നാണ് കണക്ക്. കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള സീറ്റുകൾ വളരെ വളരെ വിചിത്രമാണ്. പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആകെപ്പാടെ 2 സീറ്റ് മാത്രമാണ് യു ഡി എഫിന് നിലവിൽ കോഴിക്കോട് ഉള്ളത്. കോൺഗ്രസ് വളരെ കാലമായി ആരും ജയിച്ചിട്ടില്ലാത്ത സ്ഥലമാണ്. അവിടെയുള്ള 13 മണ്ഡലത്തിൽ എൽ ഡി എഫിന് ഉറപ്പുള്ളത് 3 സീറ്റ് മാത്രമാണ്. ഏതൊക്കെയാണ് രമേശ 3 സീറ്റ്? എൽ ഡി എഫിന് ബേപ്പൂരും എലത്തൂരും ബാലുശ്ശേരി, ഈ 3 മാത്രമാണ് എൽ ഡി എഫിന് ഉറപ്പുള്ളത്.
രണ്ടിടത്ത് ടൈറ്റാണ്. അത് പേരാമ്പ്രയും കോഴിക്കോട് നോർത്തുമാണ്. കോഴിക്കോട് നോർത്തും പേരാമ്പ്രയിൽ ടൈറ്റാണ്. ആര് വേണമെങ്കിലും ജയിക്കാം. ബാക്കി എല്ലായിടത്തും അതായത് വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, കുന്നമംഗലം, കൊടുവള്ളി, തിരുവമ്പാടി ഇത്രയിടത്തും പിന്നെ കോഴിക്കോട് സൗത്ത് ഇത്രയിടത്തും UDF-നാണ്. അതായത് ആകെയുള്ള 13 സീറ്റിൽ 8 UDF-ഉം 3 LDF-ഉം 2 ടൈറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ഇനി മലപ്പുറത്തേക്ക് പോയാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലേ. മലപ്പുറത്തെ എല്ലാ സീറ്റും മലപ്പുറത്തെ 16 മണ്ഡലങ്ങളും UDF-നായിരിക്കും. നമ്മുടെ തവനൂരും പൊന്നാനിയും തിരൂരും അടക്കം എല്ലാ സീറ്റുകളും. പൊന്നാനിയിൽ CPM സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. അതുപോലും ഇക്കുറി UDF-ന് തോൽക്കും. മലപ്പുറത്തിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയേണ്ട കാര്യമേ ഇല്ല. 16 സീറ്റിലും UDF ആയിരിക്കും. LDF-നോടെ കച്ചു തൊടാൻ കഴിയില്ല. പൊന്നാനിയിൽ ഉറപ്പായും തോക്കും. തവനൂര് ഒരു തവണ മത്സരിച്ച ആളെ മാറ്റിയിട്ടാണ് തവനൂര് ഒരു ചെറിയ നമ്മുടെ സർവേയിൽ തവനൂര് LDF-നായിരുന്നു. പക്ഷെ എക്സിറ്റ് പോളിലേക്ക് വരുമ്പോൾ തവനൂരിലെ BS ജോയിയും ഭരണവിരുദ്ധ വികാരവും മുസ്ലിം ലീഗിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇത് പലരും മനസ്സിലാക്കാത്ത പ്രധാനപ്പെട്ട കാരണം, ഈ വളരെ കൃത്യമായി ഈ സർവേകളിലൊക്കെ വന്നത് മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണം അതിശക്തം. അതുകൊണ്ട് വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകൾ, ഈവൻ കണ്ണൂർ, അഴീക്കോട് പോലും, നമ്മൾ കണ്ണൂരിൽ അഴീക്കോട് പരിശോധിക്കുമ്പോൾ കണ്ണൂർ, അഴീക്കോട് പോലും ഇവിടെ ജയം UDF-നാകാൻ കാരണം മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണമാണ്. അതുകൊണ്ട് അതേപോലെ തന്നെ കൂത്തുപറമ്പിലെ ശക്തമായ മത്സരവും അവിടെയും ഒരു ഘടകമാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്. അത് വളരെ അതാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. അതായത് വളരെ ശക്തമായ മത്സരമാണ് ഈ മുസ്ലിം മേഖലകളിൽ. ഈ LDF അവരുടെ CPM-ന്റെ കോട്ടകളിൽ പോലും LDF നേരിടും. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ മുസ്ലിം വോട്ടൊക്കെ CPM-ന് കിട്ടിയിരുന്നതാണ്. അതെല്ലാം തിരിച്ചു പോകും. അതെല്ലാം പൂർണ്ണമായും നഷ്ടം. ഒരു മുസ്ലിം വോട്ട് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് LDF മാറുന്നു എന്നതാണ്. നമുക്ക് പാലക്കാട് ജില്ലയിലേക്ക് പോകാം. പാലക്കാട് ജില്ലയിൽ കണക്കൊന്ന് പറഞ്ഞിട്ട്. പാലക്കാട് ജില്ലയിൽ നമ്മുടെ സർവേ പ്രകാരം UDF നമ്മുടെ എക്സിറ്റ് പോൾ പ്രകാരം 4 സീറ്റുകൾ UDF-ന് ലഭിക്കും. LDF-ന് 6 സീറ്റാണ്. വളരെ ശക്തമായ മത്സരം 2 നടക്കുന്നുണ്ട്. പാലക്കാട് എന്ന് പറഞ്ഞത് CPM-ന്റെ ഏറ്റവും വലിയ കോട്ടയാണ്. കഴിഞ്ഞ തവണ അവർക്ക് വലിയ എനിക്കൊന്ന് പാലക്കാട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മണ്ണാർക്കാട് 2 സീറ്റ് ഉണ്ടായിരുന്നു. എല്ലായിടവും ജയിച്ചാണ്. ഇക്കുറി UDF 4 സീറ്റ് ഉറപ്പാണ്. 2 സീറ്റ് ടൈറ്റാണ്. 6 സീറ്റിൽ CPM ഉറപ്പാണ്. ഈ ടൈറ്റ് ആയിരിക്കുന്ന 2 സീറ്റ് എന്ന് പറയുന്നത് പട്ടാമ്പിയും കൊങ്ങാടുമാണ്. അത് എന്തുകൊണ്ടാണ് അതിന്റെ ഒരു സാധ്യത? കോങ്ങോട് ഇപ്പം ശശി CPM വിട്ട് UDF-നോടൊപ്പമാണ് നിൽക്കുന്നത്. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കോങ്ങാട്. ആ കോങ്ങാടിന്റെ അത് വോട്ടേഴ്സിന് അത് സ്വാധീനിച്ചിട്ടുണ്ടെന്നും ശ്രീകണ്ഠന്റെ ഭാര്യയാണ് മത്സരിക്കുന്നത്. അതെ. ആ സമയം UDF-ന് തൃത്താല ഇക്കുറി MP രാജേഷ് തോക്കും. VT ബലറാം തൃത്താലയിൽ ജയിക്കും എന്ന് ഉറപ്പാണ്. മണ്ണാർക്കാട് അദ്ദേഹം ഷംസുദ്ദീൻ ജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്യും. അതുപോലെ തന്നെ UDF-ന്റെ അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ചിറ്റൂരാണ്. ചിറ്റൂർ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമാണ്. അച്യുതന്റെ മകനാണ് മത്സരിക്കുന്നത്. ചിറ്റൂർ ജയിക്കും. അതേസമയം LDF-ന് അവരുടെ ശക്തി കേന്ദ്രങ്ങളായ മലമ്പുഴയും തരൂരും നെന്മാറയും ആലത്തൂരും ഒക്കെ നിലനിർത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെ കോങ്ങാട് പോലൊരു സ്ഥലത്ത് കോൺഗ്രസ് മുന്നേറുന്ന ഒരു കാഴ്ചയുണ്ട്. അത് വലിയ ഈ നെന്മാറയിൽ പോലും നല്ല മത്സരമാണ് കണക്കുകൾ. പക്ഷേ എങ്കിൽ പോലും LDF-നാണ്. പാലക്കാട് നമ്മൾ സമാപിക്കുന്നു. LDF-ന് 6 സീറ്റ്, UDF-ന് 4 സീറ്റ്, 2 ശക്തിയേറിയ മത്സരം, ആരും ജയിക്കാവുന്നത്. തൃശ്ശൂരിലേക്ക് വന്നാൽ വീണ്ടും LDF-ന്റെ ആധിപത്യം ഒരു കോട്ടയായിട്ട് അറിയപ്പെടുന്ന ഇപ്പൊ തൃശ്ശൂർ പണ്ട് UDF പണ്ട് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. കരുണാകരന്റെ കാലത്തായിരുന്നു. അത് ഈ അടുത്ത കാലത്ത് ജയശങ്കർ സാർ പറഞ്ഞ പോലെ ഈ കരുണാകരൻ DIC പോയ അണികളൊന്നും കോൺഗ്രസിലേക്ക് കുറെ കാലം തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ സംഘടനാ പ്രവർത്തനം കോൺഗ്രസ് ദുർബലമായി പോയി. കരുണാകരനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഈ കോൺഗ്രസിന്റെ അവിടുത്തെ ശക്തിക്ഷയത്തിന് കാരണം. എന്നാൽ ഇക്കുറി UDF 4 സീറ്റ് നേടും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മണലൂരാണ്. മണലൂരിലെ ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായി നമുക്ക് ഭിന്നതയുണ്ടെങ്കിലും TN പ്രതാപൻ എന്ന സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ് മണലൂർ പിടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് നേടാൻ അറിയാം. എന്ത് നുണ പറഞ്ഞാണെങ്കിലും പെട്ടെന്ന് ആള് വീഴ്ത്താൻ അറിയാം. മണലൂര് TN പ്രതാപൻ ജയിക്കും, മന്ത്രിയുമാവും. TN പ്രതാപൻ ജയിക്കും. മണലൂര് തൃശ്ശൂർ UDF ജയിക്കും. ഇരിങ്ങാലക്കുടയിൽ നമ്മുടെ മന്ത്രി ബിന്ദു തോറ്റ് ഇരിങ്ങാലക്കുടയിൽ ചാലക്കുടി നിലനിർത്തും. ശക്തമായ മത്സരം നടക്കുന്നത് കൊടുങ്ങല്ലൂരും ഗുരുവായൂരും കൊടുങ്ങല്ലൂരും. എന്തും സംഭവിക്കാം. 2 ക്ഷേത്ര നഗരങ്ങളാണ് തൃശ്ശൂർ കഴിഞ്ഞാൽ. എനിക്കൊന്ന് BJP വോട്ട് പിടിക്കുന്നു. BJP എങ്ങനെ വോട്ട് പിടിക്കും എന്നുള്ളതായിരിക്കും അവിടുത്തെ ഫലത്തെ സ്വാധീനിക്കും. ഗോപാലകൃഷ്ണൻ എനിക്കൊന്ന് വളരെ
ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ അല്ലേ? പ്രചരണത്തിന് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെ വോട്ടിങ്ങിലേക്ക് വരുമെന്നുള്ളതാണ്. ബാക്കി മണ്ഡലങ്ങളൊക്കെ തീർച്ചയായും CPM തന്നെയാണ്. നാട്ടിക, കയ്പമംഗലം, പുതുക്കാട്, പിന്നെ ഏതാണ്, ഒല്ലൂര്, ചേലക്കര, കുന്നംകുളം, ഒല്ലൂര്, ഇത്രയും മണ്ഡലങ്ങൾ. ഒല്ലൂര് രാജനാണ് അവിടെ മത്സരം. ഒല്ലൂര് മന്ത്രി രാജനാണ്, തോൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ നമ്മുടെ സർവേയിൽ എറണാകുളം ജില്ലയിൽ പറഞ്ഞിരുന്നത് മന്ത്രി പി രാജീവ് ജയിക്കുമെന്നായിരുന്നു. പി രാജീവ് ഒഴികെ എറണാകുളത്തെ മൊത്തം സീറ്റിൽ 14 സീറ്റല്ലേ? അതെ, 14 സീറ്റിൽ 13 സീറ്റും ജയിക്കും നമ്മുടെ സർവേ പറഞ്ഞു. എന്നാൽ എക്സിറ്റ് പോളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ മാറ്റമുണ്ട്. പി രാജീവും തോൽക്കും, എന്നാൽ വൈപ്പിൻ കരയിൽ LDF ജയിക്കും. അതാണ് നമ്മുടെ ഇതിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, അവിടെ 14 LDFന് 1 സീറ്റും UDFന് 13 സീറ്റും. 14 LDFന് 13, LDFന് 1, UDFന് 13. LDF നേടുന്നത് വൈപ്പിൻ എന്ന സീറ്റാണ്. ബാക്കി പെരുമ്പാവൂര്, അങ്കമാലി, ആലുവ, കളമശ്ശേരി, പറവൂര്, കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര, കുന്നത്തുനാട്, പിറവം, പൂവാറ്റുപുഴ, കോതമംഗലം ഇതൊക്കെ UDFനാണ്. കുന്നത്തുനാട് എടുത്തു പറയേണ്ടതുണ്ട്. കുന്നത്തുനാട് ത്രികോണ മത്സരമാണ്. പക്ഷേ 2020 കഴിഞ്ഞ തവണ നേടിയ അത്ര വോട്ടിക്കുറി നേടുകയില്ല. 2020 സ്ഥാനാർത്ഥി കുറി കുറവായിരിക്കും. ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിലേക്ക് അവിടെ വലിയ തോതിൽ ക്രൈസ്തവ വോട്ടുകൾ UDFലേക്ക് മാത്രമല്ല സജീന്ദ്രനെ തുടങ്ങി. മുസ്ലിം വോട്ടുകൾ എല്ലായിടത്തും കുറച്ച് വോട്ടാണെങ്കിൽ പോലും ഈ കുറച്ചുള്ളത് അതുപോലും ഇക്കുറി UDFനാണ്. അതുകൊണ്ട് എറണാകുളത്തെ സ്ഥിതി ഇതായിരിക്കും. എന്താ എടുത്തു പറയേണ്ടത് കോതമംഗലമാണ്. കഴിഞ്ഞ കുറെ കാലമായി LDFന്റെ കയ്യിലായിരുന്നു കോതമംഗലം. ജോസഫിന്റെ സ്വന്തം സീറ്റായിരുന്നു. ജോസഫ് കോതമംഗലം. ഈ കോതമംഗലം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ജോസഫ് ആകെപ്പാടെ മത്സരിക്കുന്ന 8 സീറ്റിൽ 7 സീറ്റും ജയിക്കുന്ന സാഹചര്യമാണ് കോതമംഗലം. കാഞ്ഞങ്ങാട് മാത്രമേ കേരള കോൺഗ്രസുകളിലെ അതിശക്തമായ പാർട്ടിയായി മാറുന്നത്. അവർക്ക് ഓൾറെഡി ഒരു MP ആയി. ഇനിയിപ്പോ 7 സീറ്റ് വന്ന് 2 മന്ത്രിമാരെ അവർക്ക് ക്ലെയിം ചെയ്യാം. അത്ര ഒരു സാഹചര്യമുണ്ട്. ഇടുക്കി ജില്ലയിൽ പറയൂ രമേശ്. ഇടുക്കി ജില്ലയിൽ UDF തൂത്തുവരുമെന്ന് തന്നെയാണ് നമ്മുടെ സർവേ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് എക്സിറ്റ് പോളും. 5 സീറ്റുകളും, അതായത് ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരിമേട്, ഈ 5 സീറ്റുകളും UDFന് തന്നെയായിരിക്കും. അതിന്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇടുക്കിയിൽ മന്ത്രി റോഷി തോറ്റുപോകും. തൊടുപുഴയിൽ അപ്പു ജോസഫ് ജയിക്കും. മണിയാശാൻ CPMന് വലിയ തിരിച്ചടിയാവുകയാണ്. മണിയാശാൻ വികാരമാണ് ഉടുമ്പൻചോലയിലുള്ളത്. സേനാപതി വേണുവിന്റെ വിജയം ഉറപ്പാണ്. അതായത് ഇടുക്കി ജില്ലയിലെ 5 സീറ്റും UDFനായിരിക്കും. കോട്ടയം ജില്ലയിലേക്ക് പോയാൽ നമുക്ക് 9 സീറ്റാണ് കോട്ടയം ജില്ലയിലുള്ളത്. രണ്ടിടത്ത് ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. 5 UDF ജയിക്കും. അതായത് കോട്ടയത്ത് UDF വീണ്ടും സ്വാധീനം ഉറപ്പിക്കുകയാണ്. LDFന് 2 സീറ്റ് മാത്രമാണ് നമ്മുടെ സർവേയിൽ പറയുന്നത്. ഏതൊക്കെയാണത്? LDFന് വൈക്കം, അത് CPIയുടെ ഒരു ഉറച്ച കോട്ടയാണ്, അവിടെ ജയിക്കാൻ പറ്റും. കാഞ്ഞിരപ്പള്ളി LDFന്റെ, അത് കേരള കോൺഗ്രസിന്റെ സീറ്റാണ്. അദ്ദേഹത്തിനും വൈക്കവും കാഞ്ഞിരപ്പള്ളിയും LDF ജയരാജ് കാഞ്ഞിരപ്പള്ളി ജയിക്കുമെന്നാണ്. അതേസമയം പാലായുടെയും ഏറ്റുമാനൂരിന്റെയും കാര്യത്തിൽ ഉറപ്പില്ല. ഏറ്റുമാനൂർ എന്താണ് നമ്മൾ പറയുന്നത്? UDF ആണ്. കടുത്ത മത്സരം നടക്കുന്നത് പാലയിലും പൂഞ്ഞാറിലുമാണ്. പാലായിലും പൂഞ്ഞാറിലും കടുത്ത മത്സരമാണ് നടക്കുന്നത്. ബാക്കി സീറ്റുകളിലൊക്കെ UDF ഈ പാലായിൽ ത്രികോണ മത്സരമാണ്. അതെ, ത്രികോണം. പാലായിലും അച്ഛനുമാണ് ത്രികോണ മത്സരമാണ്. ആർക്ക് വേണമെങ്കിലും ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ബാക്കി അതായത് കടുത്തുരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി. ഇതിന്റെ അകത്ത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് കാര്യം ചങ്ങനാശ്ശേരിയാണ് തോന്നുന്നു കേട്ടോ. അല്ല, ഏറ്റുമാനൂരിലെ മന്ത്രി വാസവൻ പിന്നിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. വാസവൻ തോൽക്കും. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ മാറി വാസവൻ മുഖ്യമന്ത്രിയാകുമെന്ന് പോലും ചർച്ചകളുണ്ട്. അത്ര ആലോചനകൾ വന്നത്. അത്ര ശക്തനായിരുന്നു. അപ്പൊ UDF ഇന്ന് LDF നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്ക് പ്രതിപക്ഷ നേതാവില്ലെന്നുള്ളതാണ്. ഏറ്റുമാനൂരിൽ തോറ്റാൽ ശബരിമല വികാരം ആഞ്ഞടിച്ചു എന്ന് പറയുന്നത്. തീർച്ചയായും വൈക്കത്തപ്പന്റെ ഒരു ഇമ്പാക്ട് കൂടിയുണ്ട്. ഈ കള്ളന്മാരെല്ലാം അവിടെ ദേവസ്വം മന്ത്രിയാണ് വാസവൻ. മാത്രമല്ല ഈ കള്ളന്മാരെല്ലാം അവിടെ വൈക്കത്തപ്പന്റെ അടുത്തും ഏറ്റുമാനൂരപ്പന്റെ അടുത്തും ഉണ്ടായിരുന്നു കള്ളന്മാരെ. നമുക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് പോകാം. CPMന്റെ കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോട്ടയാണ് ആലപ്പുഴ. ഇത്തവണത്തെ അവസ്ഥ പറയൂ രമേശ്. ഇത്തവണത്തെ നമ്മുടെ സർവേ പ്രകാരം UDFന്, നമ്മുടെ എക്സിറ്റ് പോൾ പ്രകാരം 5 സീറ്റ്. 5 സീറ്റാണ് UDF. ടൈറ്റ് മത്സരം നടക്കുന്ന ഒരിടവും. LDFന് 3 സീറ്റ് മാത്രമേ. ഓർക്കണം, ആലപ്പുഴയിലെ ഹരിപ്പാട് ഒഴികെ ബാക്കിയെല്ലാം അവരുടെ LDFന്റെ കയ്യിലാണ്. ഇപ്പോൾ നമ്മളെ കണക്കനുസരിച്ച് ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ LDFും ജയിക്കാം, UDFും ജയിക്കാം. ആലപ്പുഴയിലെ UDFന്റെ യുവ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം, ഒരു തോമസ്. മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്. LDF ഉറപ്പായിട്ടും ജയിക്കും. നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ചെങ്ങന്നൂരും മാവേലിക്കരയും ചേർത്തലയും. അവിടെ സംഘടനാപരമായ മികവല്ല, വ്യക്തിപരമായ മികവാണ് ഈ 3 സീറ്റിലും വിജയം. ചേർത്തലയും മാവേലിക്കരയും ചെങ്ങന്നൂരുമാണ് LDF ജയിക്കുന്നത്. ബാക്കി അരൂര് UDF ആണ്.
അമ്പലപ്പുഴ, അതായത് പ്രത്യേകം മനോരമയുടെ സർവേയിലൊക്കെ ജി സുധാകരന്റെ വിജയത്തെ കുറിച്ച് ഒരു സാധ്യത ബലാബലം പറഞ്ഞു. പക്ഷെ അമ്പലപ്പുഴയിൽ ശക്തമായ മുന്നേറ്റം തന്നെ ജി സുധാകരൻ നടത്തുന്നു. കുട്ടനാട് വലിയ ഭൂരിപക്ഷത്തിന് തന്നെ UDF കേരള കോൺഗ്രസ് ജോസഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കും. ഹരിപ്പാട് പറയേണ്ട കാര്യമില്ല. കായംകുളത്ത് ലിജു ജയിക്കും. ഇതാണ് സുധാകരന്റെ ഒരു ഇമ്പാക്ട്. ഈ ആലപ്പുഴയിൽ സുധാകരന്റെ ഇമ്പാക്ട് ശക്തമായിരിക്കും. പത്തനംതിട്ട പറയൂ. പത്തനംതിട്ടയിൽ നമ്മുടെ എക്സിറ്റ് പോൾ പ്രകാരം UDF-ന് 3 സീറ്റ് വരെ കിട്ടാം. LDF-ന് 1. വളരെ ശക്തമായ മത്സരം ഒരിടത്തും നടക്കുന്നുണ്ട്. ശക്തമായ മത്സരം നടക്കുന്നത് റാന്നിയിലാണ്. അതായത് LDF-ഉം UDF-ഉം ജയിക്കാം. പടകുളം മധുവിന് ഞാൻ ഏറ്റവും ഒടുവിൽ കേട്ട റിപ്പോർട്ട് അനുസരിച്ച് മധുവിന് ജയിക്കാം. ശബരിമല നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മധു ജയിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ മധുവും മറ്റേ കേരള കോൺഗ്രസ് മാണിയുടെ സ്ഥാനാർത്ഥിയും പ്രമോദ് നാരായണനും കടുത്ത മത്സരമാണ് നടത്തുന്നത്. കോന്നിയിൽ പക്ഷേ മത്സരം ഏറ്റില്ല. ജിനേഷ് കുമാർ ജനകീയനാണ്, നമ്മളുമായി വളരെ പിണക്കമൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ആളുകളെ കയ്യിലെടുത്താണ് മുമ്പോട്ട് വന്നത്. കോന്നിയിൽ ജിനേഷ് കുമാറിനാണ്. ബാക്കി തിരുവല്ലയിലായിരിക്കും ഇതിൽ അട്ടിമറി. മാത്യു ടി തോമസ് അതിശക്തമായ മന്ത്രിയാണ്. വീണ ജോർജ് ആണ്. ആറന്മുള അതിശക്തമാണ്. പക്ഷേ UDF-ന് വലിയ മുന്നേറ്റമുണ്ട്. അതുപോലെ തന്നെ അടൂര് വളരെ അനായാസം, ഏറ്റവും ഈ പത്തനംതിട്ടയിലെ 5 സീറ്റിൽ അനായാസം UDF ജയിക്കുന്നത് അടൂരായിരിക്കും. ആറന്മുളയിലും അങ്ങനെ തന്നെയാണ്. ആറന്മുള നല്ല കൃത്യമായ ഒരു 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷം ആറന്മുളയിൽ അഭിനന്ദിക്കുണ്ടാവും. കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കൊല്ലം ജില്ലയിൽ ഇത്തവണ UDF-ന് മുൻതൂക്കം കിട്ടുന്നു എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ പറയുന്നത്. അവിടെ 5 സ്ഥലത്ത് UDF ജയിക്കുമെന്നാണ് ഫലം. 3 LDF-ഉം 3 അതിശക്തമായ മത്സരം നടക്കുന്നു. അതിശക്തമായ മത്സരം നടക്കുന്നത് കൊട്ടാരക്കരയും പത്തനാപുരത്തും അടക്കമാണ് എന്നുള്ളതാണ്. പിന്നെ ചടയമംഗലത്ത് BJP-യുടെ ഫാക്ടറും കൂടെ ഉണ്ട്. അവിടെ 3 ഈ ചടയമംഗലത്ത് ഞാൻ വിചാരിക്കുന്നത് UDF ജയിക്കുമെന്നാണ്. നസീർ ജയിക്കുമെന്നാണ് എൻ്റെ വിചാരം. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട്. മുസ്ലിം വോട്ട് അവിടെ ഉണ്ട്. ആ വോട്ടിന്റെ ഒരു സ്വാധീനമുണ്ട്. കൊട്ടാരക്കരയും പത്തനാപുരത്തും UDF ജയിക്കുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ നമ്മുടെ എക്സിറ്റ് പോളിൽ പറയുന്നത് ഈ 3 അതായത് കൊട്ടാരക്കരയിൽ മന്ത്രി ബാലഗോപാലും പത്തനാപുരത്ത് മന്ത്രി ഗണേഷ് കുമാറും അതുപോലെ ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചു അതിശക്തമായ മത്സരം ആർക്കും വേണമെങ്കിൽ ജയിക്കാവുന്ന സാഹചര്യമാണ്. കൊല്ലത്ത് UDF ജയിക്കുന്ന മണ്ഡലങ്ങൾ കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കുണ്ടറ, കൊല്ലം എന്നിവയാണ്. 5 സീറ്റ് കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കൊണ്ടറ, കൊല്ലം. LDF ഇരവിപുരവും ചാത്തന്നൂറും. ഈ ചാത്തന്നൂരിൽ പുനലൂരും ഈ ചാത്തന്നൂര് നമ്മളിത് പറയുമ്പോഴും BJP ചടയമംഗലം എന്ന് പറഞ്ഞാൽ അല്ല, ചാത്തന്നൂരാണ് BJP-യുടെ ഫാക്ടർ. BJP ഫാക്ടർ ചാത്തന്നൂരിൽ എന്തും സംഭവിക്കും. BJP ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതാണ്. അങ്ങനെ അവരുടെ പാർട്ടി കണക്കുകളിൽ ജയിക്കുന്നതാണ്. അങ്ങനെയാണ് ചാത്തന്നൂരിന്റെ അവസ്ഥ. നമ്മൾ അവസാനത്തെ ജില്ല തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് രമേശിനാണ് കൂടുതൽ. അല്ല, തിരുവനന്തപുരത്ത് ഇതുവരെയുള്ള വിശ്വാസം അനുസരിച്ച് തിരുവനന്തപുരം പിടിക്കുന്നവർ ഭരിക്കുമെന്നാണ്. പക്ഷെ നമ്മുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ കണക്കുകളൊക്കെ നോക്കിയാൽ UDF-നാണ് മുൻതൂക്കം. പക്ഷെ ആ മുൻതൂക്ം തിരുവനന്തപുരത്ത് ഇല്ല. തിരുവനന്തപുരത്ത് UDF-ന് ജയിക്കാൻ പറ്റുന്നത് 3 സീറ്റുകളിലാണ്. ഉറപ്പായിട്ട് ജയിക്കാൻ പറ്റുന്ന അതിശക്തമായ മത്സരം 3 നടക്കുന്നുണ്ട്. LDF-ന് 6 ജയിക്കാം, BJP-ക്ക് 2. ഇതാണ് നമ്മുടെ BJP 2 ജയിക്കുമെന്ന് നമ്മുടെ എക്സിറ്റ് പോളിൽ പറയുന്നത് നിയമവും കഴക്കൂട്ടമാണ്. അവിടെ അതിന്റെ പ്രധാന ഘടകം വാസ്തവത്തിൽ ത്രികോണ മത്സരം സംഭവിച്ചു എന്നുള്ളതാണ്. സാധാരണഗതിക്ക് ഒരു സ്ഥാനാർത്ഥി ദുർബലനാകും. എന്നാൽ ഇക്കുറി നിയമത്തും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും 3 സ്ഥാനാർത്ഥികളും UDF-ന്റെ സ്ഥാനാർത്ഥിയും ശക്തരായി കഴിഞ്ഞു. ജാതിമത സമവാക്യങ്ങളെ പോലും സ്വാധീനിക്കാൻ പറ്റുന്ന 3 സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് ആ 2 അതായത് രാജീവ് ചന്ദ്രശേഖരും മന്ത്രി മുരളീധരൻ. കഴിഞ്ഞ തവണ നിയമത്ത് K മുരളീധരൻ നടത്തിയതിനേക്കാൾ വലിയ മത്സരം ശബരിനാഥിന് നടത്താൻ പറ്റിയെന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം ടൈറ്റ് ആയിരിക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വളരെ പ്രധാനപ്പെട്ട അരുവിക്കരയും കാട്ടാക്കടയും നെയ്യാറ്റിങ്കരയാണ്. ഇത് 3 LDF ജയിക്കുമെന്നായിരുന്നു നമ്മുടെ സർവേയിൽ. അതെ, LDF ജയിക്കും. പക്ഷേ അവസാന നിമിഷത്തിൽ നാടാർ വോട്ടുകളിൽ ഉണ്ടായ ഷിഫ്റ്റ്, അതായത് പ്രവീൺ എന്ന് പറയുന്ന CSSയുടെ സെക്രട്ടറിയെ വിളവങ്കോട് കേരളത്തിന്റെ അതിർത്തിയിൽ മലയാളികളാണ് അവിടെ കൂടുതലുള്ളത്. അപ്പൊ അതിശക്തമായ ഇടപെടൽ ഉണ്ടായി. അതുകൊണ്ട് CSI ഫാക്ടർ പൂർണ്ണമായും നാടാർ CSI ഫാക്ടർ അനുകൂലമായത് UDF-നാണ്. അതുകൊണ്ട് നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കട ഈ 3 സീറ്റും നാടാർ സ്വാധീനമുള്ള വേറൊരു വലിയ മണ്ഡലം പാറശാലയാണ്. പക്ഷെ അവിടെ ഹരീന്ദ്രനെ ജയിക്കത്തുള്ളൂ. അതായത് LDF-ന് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, പാറശാല ഇത്രയും സീറ്റുകൾ, അതായത് 6 സീറ്റുകൾ LDF-നാണ്. UDF-ന് ഉറപ്പായും ജയിക്കുന്നത് കോവളവും തിരുവനന്തപുരവും
വട്ടിയൂർക്കാവും. ഈ 3 സ്ഥലത്തും UDF, അതായത് മുരളീധരൻ ജയിക്കും, CP ജോൺ ജയിക്കും, വിൻസെന്റ് ജയിക്കും, 3 ജയിക്കും. അതേസമയം 3 നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 3 ടൈറ്റ് മത്സരമാണ് നടക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ഒരു അവലോകനം. ഈ അവലോകനത്തെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ UDFന്റെ ആകെ സീറ്റുകൾ, UDFന് ജില്ലാ അടിസ്ഥാനത്തിൽ കാസർഗോഡ് 2, കണ്ണൂർ 4, കോഴിക്കോട് 8, വയനാട് 3, മലപ്പുറം 16, പാലക്കാട് 4, തൃശ്ശൂർ 4, എറണാകുളം 13, ഇടുക്കി 5, കോട്ടയം 5, ആലപ്പുഴ 5, പത്തനംതിട്ട 3, കൊല്ലം 5, തിരുവനന്തപുരം 3. അങ്ങനെ 80 സീറ്റുകളിൽ ഉറപ്പായിട്ട് വിജയിക്കാൻ 80 സീറ്റുകൾ. പക്ഷേ ടൈറ്റ് മത്സരം നടക്കുന്ന വേറെ സീറ്റുകളുണ്ട്. പക്ഷേ അവിടെയാണ് നമ്മൾ ടൈറ്റ് മത്സരം നടക്കുന്ന 21 മണ്ഡലമുണ്ട്. അതുകൊണ്ട് നമ്മൾ LDFന്റെ സാധ്യത കൂടെ നോക്കൂ. ഇടതു മുന്നണിക്ക് ആകെ ഉറപ്പായി ജയിക്കാൻ പറ്റുന്ന 37 സീറ്റുകളാണുള്ളത്. അത് കാസർഗോഡ് 1, കണ്ണൂർ 5, കോഴിക്കോട് 3, വയനാട് മലപ്പുറത്ത് അവർക്ക് സീറ്റ് കിട്ടാൻ സാധ്യത കാണുന്നില്ല. പാലക്കാട് 6, തൃശ്ശൂർ 6, എറണാകുളം 1 ഉണ്ട്, പക്ഷേ ഇടുക്കിയിൽ അവർക്ക് സാധ്യത ഇല്ല. കോട്ടയത്ത് 2, ആലപ്പുഴ 3, പത്തനംതിട്ട 1, കൊല്ലം 3, തിരുവനന്തപുരം 6. അതായത് 37 സീറ്റ്. UDFന് 80 സീറ്റ് ഉറപ്പായിട്ടും ജയിക്കുമ്പോൾ LDF ഉറപ്പായും ജയിക്കുന്നത് 37 സീറ്റുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട്, മലപ്പുറം, ഇടുക്കി അവിടെ ഒന്നും സീറ്റ് ഇല്ല എന്നുള്ളതാണ്. BJPക്ക് 2 സീറ്റ് ഉറപ്പായിട്ടും ജയിക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ 21 സീറ്റുകൾ, ആകെ വരുന്ന 21 സീറ്റുകൾ ടൈറ്റ് മത്സരം. അത് കാസർഗോഡ് ജില്ലയിൽ ഉദുമയും തൃക്കരിപ്പൂരുമാണ്. കണ്ണൂരിൽ തളിപ്പറമ്പും കൂത്തുപറമ്പുമാണ്. കോഴിക്കോട് പേരാമ്പ്ര, കോഴിക്കോട് നോർത്താണ്. പാലക്കാട് പട്ടാമ്പിയും കോങ്ങാടുമാണ്. തൃശ്ശൂരിൽ ഗുരുവായൂർ, വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ. കോട്ടയത്ത് പാലയും പൂഞ്ഞാറും. ആലപ്പുഴയിൽ ആലപ്പുഴ, പിന്നെ പത്തനംതിട്ടയിൽ റാന്നി. കൊല്ലത്ത് കൊട്ടാരക്കര, പത്തനാപുരം, ചടയമംഗലം. തിരുവനന്തപുരത്ത് അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിങ്ങര. അങ്ങനെ 21 സീറ്റുകളിൽ കടുത്ത മത്സരമാകുമ്പോൾ നമ്മുടെ എക്സിറ്റ് പോൾ ഇങ്ങനെയാണ്. UDFന് 80 മുതൽ 99 സീറ്റ് വരെ കിട്ടാം. അതായത് 80 സീറ്റ് ഉറപ്പായിട്ടും കിട്ടും. ഈ 21-ൽ 19 സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 21 ഈ ആർക്ക് ടൈറ്റ് മത്സരം നടക്കുന്ന 21-ൽ 19 കൂടെ കിട്ടാൻ സാധ്യത. അങ്ങനെയാണ് 99 വരെ പോകാം. പക്ഷേ 20 കിട്ടിയാൽ 100-ലേക്ക് പോവാം. അതെ. LDFന് 37 മുതൽ 57 വരെ. 37 ഉറപ്പായിട്ട് കിട്ടും, 57 വരെ കിട്ടാം. NDAക്ക് 2 ഉറപ്പായിട്ട് കിട്ടും, 4 വരെ കിട്ടാം. ഞങ്ങളുടെ എക്സിറ്റ് പോൾ സമാപിക്കുകയാണ്. എക്സിറ്റ് പോൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. UDFന് 80 സീറ്റ് മുതൽ 99 സീറ്റ് വരെ, LDFന് 37 സീറ്റ് മുതൽ 57 സീറ്റ് വരെ, BJP അല്ലെങ്കിൽ NDAക്ക് 2 സീറ്റ് മുതൽ 4 സീറ്റ് വരെ. എല്ലാവർക്കും നന്ദി. ഇതാണ് ഇതെല്ലാം ഈ ഒരു ജനങ്ങളുടെ ഏതാണ്ട് 2.25 കോടിയിലധികം ആളുകൾ വോട്ട് ചെയ്ത ഒരു വോട്ടിലെ കുറെ അധികം ഫാക്ടറുകൾ പരിഗണിച്ചുകൊണ്ട് ചെയ്ത ഒരു ഇതാണ്. 4 ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. 1, ശക്തമായ പിണറായി വിരുദ്ധ വികാരം. 2, അതിശക്തമായ മുസ്ലിം ധ്രുവീകരണം. 3, CPMന്റെ അകത്ത് പാർട്ടിയുടെ രക്ഷിക്കാനുള്ള ഒരു മുറവിളി. അതുമല്ല വിമത പ്രശ്നങ്ങൾ. പാർട്ടിയെ രക്ഷിക്കാനുള്ള ഒരു ആഗ്രഹം. 4, UDF അധികാരത്തിൽ വന്നാൽ 3 നായന്മാരിൽ ഒരാൾ മുഖ്യമന്ത്രിയാവുമെന്നുള്ള പ്രതീക്ഷ. അത് മാത്രമല്ല ഇതിനോടൊപ്പം ശബരിമല നിർണായക ഘടകമായിരുന്നു. എല്ലാവർക്കും നന്ദി.